നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. അച്ചൻകോവിലിൽ പട്ടികജാതി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് കുടുംബത്തെ വീടുകയറി മർദ്ദിച്ചതായി പരാതി. പെൺകുട്ടിയുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മർദ്ദനമേറ്റു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് വ്യാഴാഴ്ച പുനലൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണം. പത്തനാപുരത്തെ സ്വീകരണം 7-ന്. വികസനത്തിൽ പത്തനാപുരം നിയോജകമണ്ഡലം സംസ്ഥാനത്തിന് മാതൃകയെന്ന് MLA KP ഗണേഷ് കുമാർ. കുന്നിക്കോട് പത്തനാപുരം പാതയിൽ നെടുവന്നൂർ പാലം നാടിന് സമർപ്പിച്ചു. അരിപ്പയിൽ ഭൂസമരം തുടരുന്ന പ്രദേശവാസികൾ റവന്യൂ ഭൂമി കയ്യേറി സ്ഥിര നിർമ്മാണം നടത്താൻ നടത്തിയ ശ്രമം റവന്യൂ അധികൃതർ തടഞ്ഞു. വാർത്തകൾ വിശദമായി. അച്ചൻകോവിലിൽ പട്ടികജാതി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് കുടുംബത്തെ വീടുകയറി മർദ്ദിച്ചതായി പരാതി. പെൺകുട്ടിയുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മർദ്ദനമേറ്റു. അച്ചൻകോവിൽ ശരണ്യ ഭവനിൽ ലീല, മകൾ ആമ്പിളി എന്നിവരാണ് പരാതിക്കാർ. ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ചൻകോവിൽ മൂന്നുമുക്ക് സ്വദേശികളായ ബെന്നി, ഭാര്യ പ്രഭ, മക്കൾ പ്രിൻസ്, സിനിക്സ് എന്നിവർക്കെതിരെയാണ് പരാതി. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് ആക്രമണം നടത്തിയതത്രേ. എന്റെ മകള് ശരണ്യ, 2 അനിയന്മാരും കൂടാണ് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയ വഴി ഇവനും സർഗന്മാരും കൂടി ഇവിടെ ശല്യപ്പെടുത്തിയപ്പോൾ മതിലിന്റെ മണ്ടയിൽ നിന്ന് ചാടി ഇവിടെ മുന്നിൽ വന്ന് ചാടുകയോ, പിന്നെ അവൾ പേടിച്ച് ഈ പിള്ളേരെയും പിടിച്ച് ആട്ടോയും പിടിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ആങ്ങളയോട് ഞാൻ പറഞ്ഞു. അവൻ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവന്മാരെ പിടിച്ച് തള്ളുകയും അടിക്കുകയൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 11 മണിയായി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന് ലൈറ്റൊക്കെ അണച്ചപ്പോഴത്തേക്ക് ഇവർ 4 പേര് തള്ളയും മക്കളും ഭർത്താവും, പ്രഭയും അവളെ മക്കളും ഇപ്പോഴത്തെ ഭർത്താവും കൂടിയാണ് വീട്ടിൽ വന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി. എൻ്റെ കൊച്ചിനെ മര്യാദയ്ക്ക് നിൻ്റെ മോളെ ഇറക്കി വിടുകയെന്ന് പറഞ്ഞ് അവളെ മൂത്ത മോൻ ഞങ്ങളെ ചീത്ത വിളിക്കുകയും വായി വരുന്നതൊക്കെ തള്ള മക്കളും കൂടെ പറഞ്ഞ് അവൾ എൻ്റെ നൈറ്റി പിടിച്ച് വലിച്ചിറക്കി ബെന്നി എന്ന് പറയുന്നത് അടിച്ചു. മർദ്ദന വിവരമറിഞ്ഞ് ഇത് ചോദ്യം ചെയ്ത തന്നെയും മർദ്ദിക്കാൻ ശ്രമിച്ചതായി ആമ്പിളിയുടെ ഭർത്താവ് പ്രഭകുമാർ പറഞ്ഞു. അച്ചൻകോവിൽ പോലീസ് ഔട്ട്പോസ്റ്റിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 6-ന് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ അറിയിച്ചു. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ചെമ്മന്തൂരിലാണ് പുനലൂരിലെ സ്വീകരണം. 184 ബൂത്തുകളിൽ നിന്ന് 10,000-ലേറെ CPM പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്ന് CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ പറഞ്ഞു. ഈ മാർച്ചിന് വൻപിച്ച വരവേൽപ്പ് നൽകാനുള്ള ഞങ്ങളുടെ സംഘടനാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പുനലൂരിലെ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന ജനവിഭാഗം, അവരെല്ലാം തന്നെ പ്രത്യേകം അവരുടെ സംഘടനാ കമ്മിറ്റികളെല്ലാം ചേർന്ന് തന്നെ ഈ വരവേൽപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള വിലക്കയറ്റം, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന വർഗീയത, അതേപോലെ നമ്മുടെ രാഷ്ട്രീയ ശരീരത്തെ ഒരു അർബുദം പോലെ കാർന്നു നിൽക്കുന്ന അഴിമതി, ഇതിനെല്ലാം എതിരായിട്ടുള്ള സന്ദേശമാണ് ഈ ജാഥയിൽ CPM ഉയർത്തുന്നത്. ചടങ്ങിൽ കേരള സർവകലാശാല BA സംസ്കൃതം പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ആര്യങ്കാവിലെ പാർട്ടി അംഗമായിരുന്ന പ്രസാദിന്റെ മകൾ ശില്പ പ്രസാദ്, ആര്യങ്കാവ് ആദിവാസി ഊരിലെ ആദ്യ BTech ബിരുദധാരി ചിന്നുമിനി, കേരള യൂണിവേഴ്സിറ്റിയിൽ MCAക്ക് 1ാം റാങ്ക് നേടിയ പുനലൂർ 10 ഏക്കർ സരിതാ ഭവനിൽ സരിത ഉദയൻ, ചരിത്ര രചനാ മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ സമ്മാനാർഹരായ ബാലസംഘം മുസാവരി യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർക്ക് പിണറായി വിജയൻ ഉപഹാരങ്ങൾ നൽകും. കൊല്ലപ്പെട്ട MA അഷ്റഫിന്റെ പിതാവ് മുഹമ്മദ് ഹനീഫ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ പുനലൂർ കോമളംകുന്നിലെ തങ്കപ്പൻ നായർ, ഏരൂരിലെ E കേശവൻ, M അപ്പുക്കുട്ടൻ നായർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട് എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. പുനലൂരിൽ ഈ ജാഥ എത്തിച്ചേരുന്നതും സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി അല്ലെങ്കിൽ ഒരു 2.5 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും 5 വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും പുനലൂരിനോടൊരു ശത്രുതാ മനോഭാവം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പൊ റെയിൽവേ വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. പുനലൂരിന്റെ തന്നെ വികസന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന നയപരിപാടികളുമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. MA രാജഗോപാലിനൊപ്പം സ്വാഗത സംഘം ചെയർമാൻ ജോർജ് മാത്യുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിനെ വരവേൽക്കാൻ പുനലൂർ ഒരുങ്ങി. പാർട്ടി പ്രവർത്തകർ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6-നാണ് മാർച്ച് പുനലൂരിലെത്തുക. മാർച്ചിനെ സ്വീകരിക്കാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടിത്തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു. വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി പ്രവർത്തകരും സംഘാടകരും. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 200-ൽ പരം ഓട്ടോറിക്ഷ തൊഴിലാളികൾ CA2-നകത്ത് പുനലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുഴുവൻ CA2 തൊഴിലാളികളും CA2-ന്റെ കൊടിയുടെ കീഴിൽ പുനലൂർ പട്ടണത്തിൽ മാർച്ച് നടത്തി ഈ കേരള രക്ഷായാത്രയെ വരവേൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള രക്ഷാ മാർച്ചിന് 7-ന് രാവിലെ പത്തനാപുരത്ത് സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി B. അജയകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പത്തനാപുരത്ത് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വമ്പിച്ച സ്വീകരണ പരിപാടിയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചത്. രാവിലെ 9 മണിക്കാണ് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ പത്തനാപുരം മണ്ഡലത്തിലെ 161 ബൂത്തിലെയും CPM-ന്റെ പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ ഒരു ബൂത്തിൽ നിന്ന് 100 കുറയാത്ത ആളുകൾ ഈ പരിപാടി പങ്കെടുക്കണമെന്നാണ് നിശ്ചയിച്ച അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് ഇങ്ങനെ പങ്കെടുക്കാനെത്തുന്നവർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാർ, കലാരംഗത്തെ കായിക രംഗത്തെ പ്രതിഭകൾ, പിന്നെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നല്ല വ്യക്തിത്വമുള്ള ഒരുപാട് ആളുകളെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം ആദരിക്കുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെയും UDF സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് കേരള രക്ഷാ മാർച്ചെന്ന് CPM ഏരിയ സെക്രട്ടറി B. അജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്ന് പിറവന്തൂർ പഞ്ചായത്തിനെ ഒഴിവാക്കുക, ശബരി റെയിൽപാത നടപ്പാക്കുക, പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജിന്റെ പണി പൂർത്തീകരിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ CPM വാർത്താസമ്മേളനത്തിൽ മുന്നോട്ടുവച്ചു. തൊട്ടടുത്ത പല പഞ്ചായത്തുകളിലും നിരവധി കോറികളും മണൽ മാഫിയ സംഘങ്ങളും എല്ലാം കേവലം പിറവന്തൂർ പഞ്ചായത്തിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ടൊരു നാഥനില്ലാത്ത അവസ്ഥ പത്തനാപുരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പിറവന്തൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളായിട്ടുള്ള MP ആയാലും MLA ആയാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തായാലും എല്ലാം UDF-നാണ്. അപ്പോൾ UDF-ന്റെ ഇത്രയും ജനപ്രതിനിധികളുണ്ടായിട്ട് ഇങ്ങനൊരു സംഭവത്തിൽ പ്രതികരിക്കാനോ. CPM നേതാവ് N. ജഗദീശനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വികസനത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലം സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് MLA KB ഗണേഷ് കുമാർ. കുന്നിക്കോട് പത്തനാപുരം പാതയിൽ നെടുവന്നൂർ പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ചിന്തകൾ, പത്തനാപുരത്തിന്റെ വിജയം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും എന്റെ അമ്മയോട് പോലും പറയും, പത്തനാപുരത്തുകാർക്ക് കുശുമ്പും കൊണ്ടനാണ്ടൊന്നുമില്ല. അവർ തുറന്ന ഹൃദയമുള്ളവരാണ്, പുരോഗതിയിലേക്ക് നോക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അതാണ് അമേരിക്ക പോലെയാണ് പത്തനാപുരം എന്ന് പലരോട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അമേരിക്കക്കാരെ പോലെയാണ് പത്തനാപുരത്ത്. അവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരല്ല, വിശാല മനസ്കരാണ്. അതാണ് പത്തനാപുരത്തിന്റെ പുരോഗതിയുടെ രഹസ്യം. ഇതിന്റെ കോൺട്രാക്ടറായ കിരിക്കൽ PJ തോമസ് എന്ന് പറയാൻ നമ്മൾ തമ്പി എന്ന് വിളിക്കുന്ന കോൺട്രാക്ടർ വർക്കെടുക്കുന്നത്. അദ്ദേഹത്തെ പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം 18 മാസം കൊണ്ട് തീർക്കേണ്ട പാലത്തെ 6 മാസം കൊണ്ട് പൂർത്തിയാക്കിയ കോൺട്രാക്ടറെയാണ് ഇവിടെ ആദ്യം അഭിനന്ദിക്കേണ്ടത്. അതിന് സഹായിച്ച ഈ വാർഡിന്റെ മെമ്പർ സുനിലും അതുപോലെ ഈ നല്ലവരായ ഇവിടുത്തെ നാട്ടുകാർക്കുമാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ കേരളം സമരങ്ങളുള്ള, അട്ടിമറിക്കൂലി വാങ്ങുന്ന, വികസന വിരുദ്ധമായ ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നവരോട് എതിർ വാക്കായി പറയാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. വിളക്കുടി പഞ്ചായത്തിലെ കുന്നിക്കോട് മേഖലയുടെ നവീകരണത്തിനും പത്തനാപുരം പട്ടണത്തിന്റെ സൌന്ദര്യവത്കരണത്തിനുമായി 5 കോടി രൂപ അനുവദിച്ചതായി KB ഗണേഷ് കുമാർ പറഞ്ഞു. വാളകം പത്തനാപുരം ശബരി ബൈപ്പാസ് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ചള്ളൂർ പിടവൂർ റോഡിന്റെ ഇരുവശങ്ങളിലും ഫുട്പാത്ത് സ്ഥാപിക്കും. റോഡിന്റെ മധ്യത്തിൽ പൂന്തോട്ടം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത മണ്ഡലകാലത്തിന് മുൻപായി വാളകം പത്തനാപുരം ശബരി ബൈപ്പാസ് നാടിന് സമർപ്പിക്കുമെന്നും കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം ഈ മാസം 20-ന് മുമ്പായി ഉദ്ഘാടനം ചെയ്യുമെന്നും ഗണേഷ് പറഞ്ഞു. മാർച്ച് മാസത്തോടുകൂടി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വാളകത്തിൽ തിരിഞ്ഞ് വെട്ടിക്കവര, ചിരട്ടക്കോണം വെട്ടിക്കവര, ചെങ്ങമനാട് വഴി വരുന്ന റോഡ് കൂടി പൂർത്തിയായാൽ ഈ റോഡ് അടുത്ത വർഷം മുതൽ ശബരിമല ബൈപ്പാസ് റോഡാണ്. പൂക്കുന്നിമല ജലവിതരണ പദ്ധതി മെയ് മാസത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കും. പത്തനാപുരം CI ഓഫീസ് ഈ മാസം 22-ന് ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് അല്ലറ പണിയുകൊണ്ടാണ് പത്തനാപുരത്തിന്റെ സ്വപ്നമായ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് 1995 പത്തനാപുരത്ത് വന്നുവെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. വരാതെ പോയ
സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് പത്തനാപുരത്തേക്ക് വരുന്നു. പത്തനാപുരം CI ഓഫീസ് ഈ മാസം, ഇന്ന് ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചു, അദ്ദേഹം തരുന്ന ഏതൊരു ഡേറ്റിൽ അടുത്ത മാസം 22-ാം തീയതി, ഫെബ്രുവരി മാസം, ഈ മാസം 22-ാം തീയതിക്ക് മുമ്പ് സർക്കിൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കും. പത്തനാപുരം സർക്കിൾ ഓഫീസ്. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് 4 കോടി രൂപ അനുവദിച്ചതടക്കം പ്രഖ്യാപനങ്ങളുടെ നീണ്ട നിര തന്നെ ഗണേഷ് കുമാർ നെടുവന്നൂർ പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തി. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് ചടങ്ങിൽ അധ്യക്ഷയായി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഏലിയാമ്മ ടീച്ചർ, G രാധാമോഹൻ, RS ബീന, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, പരിപാടിയുടെ മുഖ്യ സംഘാടകനും നെടുവന്നൂർ വാർഡ് മെമ്പറുമായ നെടുവന്നൂർ സുനിൽ, ചീഫ് എഞ്ചിനീയർ PK സതീശൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തോമസ് മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. എല്ലാ ATMകളിലും ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അവ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കണമെന്നും കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. റൂറൽ പോലീസ് പുനലൂരിൽ സംഘടിപ്പിച്ച ബാങ്ക് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, മാത്രമല്ല അവിടെ ഡെയിലി ആണ് മാറ്റുന്ന 2 സ്കൂൾ മാറ്റുന്ന അങ്ങനെ ഉണ്ടാകും. പെർമനന്റ് ആയിട്ട് ഒരാളായിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും തരുന്നത്, കാരണം അവരെ കുറിച്ച് ആ ആളെ കുറിച്ച് നിങ്ങൾ അതിന്റെ ആക്ടിവിറ്റീസ് മുഴുവൻ നിങ്ങൾ അന്വേഷിക്കണം. സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് പോലീസിന്റെ സഹായം റൂറൽ SP ഉറപ്പു നൽകി. റൂറൽ പരിധിയിലുള്ള 120ഓളം ബാങ്കുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. നിലവിൽ പല ബാങ്കുകളും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നുമില്ല. നിത്യവും ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടക്കുന്ന ATMനും വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്കുകൾ തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് റൂറൽ SP വ്യക്തമാക്കി. പുനലൂർ DYSP NA ബൈജു, സർക്കിൾ ഇൻസ്പെക്ടർ S മഞ്ജുലാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായിക വികസനത്തിനുള്ള വേദികൾ നിരന്തരം സംഘടിപ്പിക്കണമെന്നും അവ യുവതലമുറ പ്രയോജനപ്പെടുത്തണമെന്നും ഫുട്ബോൾ താരം IM വിജയൻ കുളക്കടയിൽ കാസ്ക് ഫെസ്റ്റിവൽ 2014 എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നല്ലൊരു വേദിയാണത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നെൽസൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാതിരിക്കാം. കേരളത്തിന്റെ ദൈവത്തിന്റെ കൈകളിൽ നിന്നാണ് ഗോൾ കീപ്പർ, കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നെ അതേപോലെ നെൽസൺ, അജയൻ, ഇന്റർനാഷണൽ പ്ലേയേഴ്സൊക്കെ ഇവിടെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമാണ്. ബാസ്കറ്റ്ബോളിന്റെ പോലീസിലുള്ളതാണ്, നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. അവരൊക്കെ ഇവിടെ വരാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അവർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതവിടെ നോക്കിയാൽ അവിടെ നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ വരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയൊരു വേദി എന്തായാലും നല്ലൊരു നാഷണൽ പ്ലെയേഴ്സാണ്. ബാസ്കറ്റ്ബോൾ ആയാലും ഫുട്ബോൾ ആയാലും കിട്ടിയൊരു വേദി ഒരു നല്ലൊരു വേദിയാണ്. ചെണ്ടമേളത്തിന്റെയും ഘോഷയാത്രയുടെയും അകമ്പടിയോടെയാണ് IM വിജയനെ സംഘാടകർ സ്വീകരിച്ചത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തിനെ നേരിട്ട് കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു കുളക്കട ഗ്രാമം. കുളക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ടൂർണമെന്റ് IM വിജയൻ പന്തുതട്ടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കുന്നുണ്ട്. ഫെബ്രുവരി 8-ന് ടൂർണമെന്റ് സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R രാജേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാകുമാരി, R രശ്മി, പൂവറ്റൂർ സുരേന്ദ്രൻ, R സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. യുണൈറ്റഡ് റിലീജിയൻസ് ഇനിഷ്യേറ്റീവ് ഏർപ്പെടുത്തിയ മതസൌഹാർദ്ദ സമാധാന പുരസ്കാരത്തിന് നീലേശ്വരം സദാശിവൻ അർഹനായി. സംഘാടകർ കൊട്ടാരക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ മതസൌഹാർദ്ദ വാരാചരണത്തോടനുബന്ധിച്ച് URI ഏഷ്യ റീജൻ ഏർപ്പെടുത്തിയ സമാധാന അവാർഡിനാണ് നീലേശ്വരം സദാശിവൻ അർഹനായത്. മതസൌഹാർദ്ദത്തിനും മാനവമൈത്രിക്കും വിലപ്പെട്ട സംഭാവന നൽകുന്നവർക്കാണ് അവാർഡ് സമ്മാനിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. നീലേശ്വരം സദാശിവൻ സാറ് ഈ മേഖലയിലേക്ക് വളരെ സുമാറ് അറിയുന്ന വ്യക്തിയാണ്. കൂടി നടന്ന് കുറേ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും എഴുതാനും റേഡിയോ പ്രഭാഷണങ്ങൾ വഴി ടെലിവിഷൻ പ്രഭാഷണങ്ങൾ വഴി അങ്ങനെയെല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വർഷം തുടങ്ങുകയാണ്. യുണൈറ്റഡ് റിലീജിയൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഗോൾഡൻ ജൂബിലിക്ക് തുടങ്ങിയ പ്രസ്ഥാനമാണ്. 12 വർഷമായിരുന്നു അത് തുടങ്ങിയിട്ട്. എന്നാൽ ഇന്ന് 83 രാജ്യങ്ങളിൽ അതിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ 4 സോൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏഷ്യ റീജിയൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങൾ URI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ചെറിയ തോതിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു വരികയാണ്.
ഡോക്ടർ ആർ രാമചന്ദ്രൻ നായർ, പോൾ മണലിൽ, ഡോക്ടർ എബ്രഹാം കരിക്കം, പ്രൊഫസർ ജോൺ കുരാക്കാർ, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് നിർണയിച്ചത്. കവിയും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ് നീലേശ്വരം സദാശിവൻ. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. 7-ന് കരിക്കം ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പുനലൂർ കൊട്ടാരക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ യുയാക്കിം മാർ കുർലോസ് എപ്പിസ്കോപ്പ അവാർഡ് സമ്മാനിക്കും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ്, URI ഏഷ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എബ്രഹാം കരിക്കം എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തും. URI സൌത്ത് ഏഷ്യ റീജിയൻ കൺവീനർ സാജൻ കോശി, ചെയർമാൻ പ്രൊഫസർ ജോൺ കുരാക്കാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എബ്രഹാം കരിക്കം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അരിപ്പയിൽ ഭൂസമരം തുടരുന്ന പ്രദേശവാസികൾ റവന്യൂ ഭൂമി കയ്യേറി സ്ഥിര നിർമ്മാണം നടത്താൻ നടത്തിയ ശ്രമം റവന്യൂ അധികൃതർ തടഞ്ഞു. തിങ്കൾക്കരിക്കത്തെ സർക്കാർ ഭൂമിയിൽ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിക്കാനായിരുന്നു ശ്രമം. റവന്യൂ ഭൂമിയിൽ നിർമ്മാണം നടക്കുന്നു എന്ന രഹസ്യ വാർത്തയെ തുടർന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ പുനലൂർ തഹസീൽദാർ ബി ശശികുമാർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനം തടയുകയായിരുന്നു. റവന്യൂ ഭൂമി കയ്യേറി സ്ഥിര നിർമ്മാണം നടത്തുന്നത് കുറ്റകരമാണെന്നും ഇപ്പോൾ നടത്തിയ നിർമ്മാണം സ്വയം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്നും തഹസീൽദാർ മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് സമരക്കാർ തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റി. ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നതുവരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും സമരഭൂമിയിൽ പാടില്ലെന്ന് തഹസീൽദാർ അറിയിച്ചു. കെട്ടിയുണ്ടാക്കിയിരുന്ന ഒരു കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി ശരിക്കും പൊളിച്ചു മാറ്റുകയും ചെയ്തു. അത് ഇവിടെ കുറേയേറെ പുരോഹിതരായ ആൾക്കാർ കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് തലത്തിലുള്ള തീരുമാനം വരുന്ന മുറയ്ക്ക് അതിന് മറ്റ് നടപടികൾ സ്വീകരിക്കും. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കുളത്തൂപ്പുഴ CIയുടെ നേതൃത്വത്തിൽ ഏരൂർ, കുളത്തൂപ്പുഴ, കടക്കൽ എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കൊട്ടാരക്കര ഫെസ്റ്റ് പുരോഗമിക്കുന്നു. വിവിധ കാർഷികോൽപ്പന്നങ്ങൾക്കൊപ്പം രാജ്യം മുഴുവനാൽ ഒരുക്കിയ പുഷ്പഫല കന്യകമാരാണ് മേളയുടെ മുഖ്യ ആകർഷണം. പഴങ്ങളും പച്ചക്കറികളും കൊണ്ടൊരുക്കിയ കലാസൃഷ്ടികളാണ് കൊട്ടാരക്കര ഫെസ്റ്റിൽ കാണികളുടെ ശ്രദ്ധയാകർഷിച്ചത്. പൂക്കളിലും ഫലവർഗ്ഗങ്ങളിലും വിരിഞ്ഞ കന്യകയെ കാണാനും ചിത്രമെടുക്കാനും കലാസ്വാദകരുടെ തിരക്കായിരുന്നു. രാജൻ കൊഴുവനാലാണ് പുഷ്പകന്യകയെയും ഫലകന്യകയെയും അണിയിച്ചൊരുക്കിയത്. നിരവധി കാർഷികോൽപ്പന്നങ്ങൾക്കൊപ്പമാണ് ഇരു കന്യകമാരും കാഴ്ചക്കാരെ വരവേൽക്കുന്നത്. ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും ഭാഗവത സത്രവും വിപുലമായി സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വേദശ്രീ പാറക്കോട് NV നമ്പ്യാതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭാഗവത സത്രം നടന്നത്. ചൊവ്വാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഭാഗവത സത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ജ്ഞാനാനന്ദ തീർത്ഥപാദർ ദീപോജ്വലനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ സുഭാഷ് വാസു, PK സുകുമാരൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മുതയിൽ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പുനഃപ്രതിഷ്ഠാ വാർഷികവും രേവതി മഹോത്സവവും സമാപിച്ചു. ജനുവരി 28-നാണ് ഉത്സവം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രിയും ശബരിമല മുൻ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ ലക്ഷ്മി നാരായണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റോടെയാണ് ഉത്സവം ആരംഭിച്ചത്. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സമാപന ദിവസമായ ഫെബ്രുവരി 4-ന് രാവിലെ സമൂഹ പൊങ്കാല നടന്നു. പ്രദേശത്തെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സമൂഹ പൊങ്കാലയിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന ഉത്സവ ഘോഷയാത്രയിൽ വിവിധ കരക്കാരുടെ കെട്ടുകാഴ്ചകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അച്ചൻകോവിലിൽ പട്ടികജാതി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് കുടുംബത്തെ വീടുകയറി മർദ്ദിച്ചതായി പരാതി. പെൺകുട്ടിയുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മർദ്ദനമേറ്റു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് വ്യാഴാഴ്ച പുനലൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണം. പത്തനാപുരത്തെ സ്വീകരണം 7-ന്.
വികസനത്തിൽ പത്തനാപുരം നിയോജകമണ്ഡലം സംസ്ഥാനത്തിന് മാതൃകയെന്ന് MLA KB ഗണേഷ് കുമാർ കുന്നിക്കോട് പത്തനാപുരം പാതയിൽ നെടുവന്നൂർ പാലം നാടിന് സമർപ്പിച്ചു. അരിപ്പയിൽ ഭൂസമരം തുടരുന്ന പ്രദേശവാസികൾ റവന്യൂ ഭൂമി കയ്യേറി സ്ഥിര നിർമ്മാണം നടത്താൻ നടത്തിയ ശ്രമം റവന്യൂ അധികൃതർ തടഞ്ഞു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.